രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിൽ ഭിന്നാഭിപ്രായം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന യൂത്ത് കോൺഗ്രസ് കണ്ണാടി മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന യങ് ഇന്ത്യ യാത്രയുടെ മുന്നൊരുക്കൽ ചർച്ച ചെയ്യാൻ കണ്ണാടി കാഴ്ചപ്പറമ്പ് സൊസൈറ്റിയിൽ ചേർന്ന യോഗത്തിലാണ് ഭിന്നാഭിപ്രായം ഉയർന്നത്. യോഗം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവനാണ് സ്ഥാനാർത്ഥി വിഷയം സംസാരിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ തന്നെ കോൺഗ്രസിൽ തമ്മിൽ തല്ല് രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇപ്പോൾ ഒരു ഭിന്നാഭിപ്രായം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്കറിയാം, ഈ ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതോടുകൂടെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലും സംഘവും വലിയ രീതിയിലുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ DCC ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട എന്ന തരത്തിലാണ് കണ്ണാടിയിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന യങ് ഇന്ത്യ യാത്രയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കണ്ണാടി കാഴ്ചപ്പറമ്പ് സൊസൈറ്റിയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു ഭിന്നാഭിപ്രായം ഉയർന്നത്. യോഗം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവനാണ് സ്ഥാനാർത്ഥി വിഷയം സംസാരിച്ചത്. അഭിപ്രായത്തെ യോഗം പിന്താങ്ങിയെന്ന് അധ്യക്ഷത വഹിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് കിണാശ്ശേരി പറയുകയും ചെയ്തു. വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ ഈ DCC യോഗത്തിലും ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മതി എന്ന തരത്തിലുള്ള അഭിപ്രായം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. പുറത്തുനിന്നും കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി വേണ്ടെന്ന നിലപാടായിരുന്നു DCC നേതൃത്വത്തിന് ഉൾപ്പെടെ ഉള്ളത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റുമൊക്കെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥി ആടുന്ന തരത്തിൽ ജില്ലയിൽ പ്രചാരണം നടത്തുകയും അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിലിന്റെ അനുയായികളും മറ്റുമൊക്കെ ഇത്തരത്തിൽ രാഹുലാണ് അടുത്ത സ്ഥാനാർത്ഥി എന്ന തരത്തിൽ നവമാധ്യമ ഉൾപ്പെടെ പ്രചാരണം നടത്തുന്നതിനെതിരെയൊക്കെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോഴേതായാലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ പോലും ഇതിനെതിരെ പ്രമേയം ഉൾപ്പെടെ പാസ്സാക്കുന്നതും അതുപോലെ തന്നെ ഏകകണ്ഠമായി ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മതി എന്ന നിലപാടിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.